Hello friends, welcome to my channel. ഇപ്പോൾ ഏകദേശം 4 മണിയായി കാണും ട്ടോ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കണതെന്നൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ നാളെ ഊത്തപ്പം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 കപ്പ് പച്ചരി, അതുപോലെ തന്നെ 1.5 കപ്പ് ഉഴുന്ന് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. രാത്രിയാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. ഇഡലിക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ കൂടുതൽ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ 2 കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഉഴുന്ന് അതിൻ്റെ പകുതി, അതായത് 1 കപ്പ് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും വേഗം തന്നെ അരച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ലാസ്റ്റ് ട്രിപ്പ് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ ഇങ്ങനെ അരിയൊക്കെ അരച്ചെടുക്കുമ്പോൾ അങ്ങനെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടില്ല. നമ്മൾ അരിയുടെ അതേ ഒരു ലെവലിൽ നമ്മളൊന്ന് മിക്സി ചെരിച്ച് പിടിച്ചാൽ വെള്ളം നോക്കിയാൽ മനസ്സിലാവും എത്ര പാകമായിട്ടുണ്ടോയെന്നൊക്കെ. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഊത്തപ്പത്തിലേക്കുള്ള വെജിറ്റബിൾസ് നമ്മൾ രാത്രി തന്നെ കട്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ചോപ്പർ ഉപയോഗിച്ചിട്ട് കുറച്ച് ക്യാരറ്റ്, ഒരു 2-3 ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ബീൻസും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഒരു സവാളയും കൂടിയും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഊത്തപ്പത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർക്കുക, തക്കാളി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇനി ചിക്കൻ്റെ പീസൊക്കെ പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പാണ് കേട്ടോ നോക്കുന്നത്. ഇനി കുറച്ച് ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പസോഡ അല്ലെങ്കിൽ തേങ്ങാ വെള്ളമോ അതുപോലെ ഈസ്റ്റോ അങ്ങനെയൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ.
ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് ആക്കി ഇട്ട് കൊടുത്താൽ കുട്ടികളൊന്നും കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ശരിക്കും. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും സവാളയും കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് കുക്കാക്കി എടുക്കുന്നത്. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഈ കളറായി പോകട്ടെ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ബീട്രൂട്ട് ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ ചേർക്കണമെങ്കിൽ ചിക്കൻ ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ബീട്രൂട്ടും ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഊത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓരോ താവി മാവ് വീതം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ കുമിളകൾ വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു തവി ഉപയോഗിച്ചിട്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ അതൊക്കെ പോവും. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തീ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇനി മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതും ആയി കിട്ടും. അപ്പോൾ ആദ്യത്തെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഊത്തപ്പം എപ്പോഴും ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. അതുപോലെ തന്നെ ഊത്തപ്പത്തിന് നമ്മുടെ സാധാ ഒരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, തക്കാളി സവാള അതൊക്കെ ഉണക്കമുളകൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയിലിട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നൊരു ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി ചട്നിയോ ചമ്മന്തിയോ ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ മുന്നേ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ഊത്തപ്പം കൂടിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യണവർക്കൊക്കെ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആവും അത്. അതുപോലെ തന്നെ ഇതൊന്ന് കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലാവും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നൈറ്റിൽ ഡിന്നറായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ബീട്രൂട്ട് ഇടാതെ ഒന്ന് ഊത്തപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
വേറൊരു ടേസ്റ്റാണ്. ബീട്രൂട്ടും കൂടി ഇൻക്ലൂഡ് ആക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് മാത്രമായിട്ട് ഊത്തപ്പം ഉണ്ടാക്കി നോക്കി, അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ സവാളയും പച്ചമുളകും മാത്രം ഇട്ടിട്ടും ഊത്തപ്പം ഉണ്ടാക്കാം കേട്ടോ, അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറി മാറിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഊത്തപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി കേട്ടോ. ഇതിന് കോമ്പിനേഷനായിട്ട് ചമ്മന്തിയാണ് ടേസ്റ്റ് കൂടുതൽ. ഇഡ്ലിമാവോ ദോശമാവോ ഒക്കെ ബാക്കിയാവുമ്പോൾ അതിൽ ട്രൈ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഇനി ഇതിനായിട്ട് പ്രത്യേക മാവ് തയ്യാറാക്കണം എന്നൊന്നുമില്ല. ഇനി ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.